കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹശേഷം സ്ത്രീധന പീഡനങ്ങളും ഗാർഹിക പീഡനങ്ങളും സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ച് ഒടുവിൽ സ്വന്തം കുടുംബത്തിന് ഭാരമാകരുതെന്ന് കരുതി ജീവനൊടുക്കുന്ന യുവതികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീധന നിരോധന നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ത്രീധനം എന്ന ആ പഴയ സമ്പ്രദായത്തിന് കേരളത്തിലെ ചില ജില്ലകളിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. സ്ത്രീധന പീഡനത്തിന് ഇരയായി നിരവധി പെൺകുട്ടികളാണ് ഇപ്പോഴും ജീവൻ വെടിയുന്നത്. ഉത്തരയും വിസ്മയയും മുതൽ ഏറ്റവും ഒടുവിൽ വിഭജിക്കയും അതുല്യയും വരെ എണ്ണമറ്റ പെൺകുട്ടികൾ ജീവനൊടുക്കിയതിൽ പ്രതികരിച്ച് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷക വിമല ബിനു എന്തുകൊണ്ടാണ് ടോക്സിക്കായ ഇത്തരം ദാമ്പത്യങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരുവാൻ നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കാത്തതെന്ന് അഡ്വക്കേറ്റ് വിമല ബിനു ചോദിക്കുന്നു. താലി അവസാന വാക്കാണെന്നും അതില്ലെങ്കിൽ പെണ്ണിന് ജീവിതമില്ലെന്നും പഠിപ്പിക്കുന്ന നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് മാറേണ്ടത്. പലപ്പോഴും പെൺകുട്ടികൾ വിവാഹമോചനം വേണമെന്ന് പറയുമ്പോഴും എങ്ങനെയെങ്കിലും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളെയാണ് നിർഭാഗ്യവശാൽ തന്റെ പ്രൊഫഷനിലുടനീളം കാണേണ്ടി വന്നിട്ടുള്ളത്. നിനക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇങ്ങ് തിരിച്ചു പോരുക, നിയമ നടപടികൾ സ്വീകരിക്കുക, ഞങ്ങൾ നിനക്ക് തുണയായി ഉണ്ടാവുമെന്ന് പറയാൻ മാതാപിതാക്കൾ പഠിക്കുന്ന കാലം വരെയും അതുല്യമാർ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും അഡ്വക്കേറ്റ് വിമല ബിനു പറയുന്നു. ഗാർഹിക പീഡനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂരിലും 32കാരി തന്റെ 3 വയസ്സുകാരനായ മകനെയും കൊണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന യുവതി സ്വന്തം വീട്ടിൽ നിന്നാണ് ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെ സ്കൂട്ടറിൽ കുട്ടിയുമായി വന്ന് കുട്ടിയെ മാറത്ത് കെട്ടി പുഴയിലേക്ക് ചാടിയത്. കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ യുവതി മുൻപ് ഭർത്താവിന്റെ പേരിൽ പീഡനത്തെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നു. കൂടാതെ റീമയുടെ ഫോണിൽ ഞങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്താവിന്റെ മാതാവുമാണെന്ന് ആത്മഹത്യാക്കുറിപ്പായി എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. വിദേശത്തായിരുന്ന ഭർത്താവ് നാട്ടിലെത്തിയതോടെയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് റീമയുടെ വീട്ടുകാർ പറയുന്നു. ഭർത്തൃവീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ കാരണമാണ് ഭൂരിഭാഗം പെൺകുട്ടികളും ഇന്ന് വിവാഹത്തോട് മുഖം തിരിക്കുന്നത്. എന്റെ മകൾ ബന്ധം വേർപെടുത്തി വീട്ടിൽ വന്നാൽ ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ കൊച്ചാകും, വില പോകുമെന്നിങ്ങനെയുള്ള തോന്നൽ മാതാപിതാക്കൾ അവസാനിപ്പിച്ചാൽ മാത്രമേ ടോക്സിക് ബന്ധങ്ങളിൽ നിന്നും പെൺകുട്ടികൾക്ക് ഇറങ്ങി വരാൻ സാധിക്കുള്ളൂ. മക്കളെ വിവാഹം കഴിപ്പിക്കുന്നതിന് മുൻപ് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്.